ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനോനിൽ നിന്നും പിൻവാങ്ങി ഇസ്രായേൽ സൈന്യം. നവംബറിൽ നടന്ന സമാധാന കരാറിന്റെ ഭാഗമായാണ് പിൻവാങ്ങൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലുള്ള 5 ഔട്ട് പോസ്റ്റുകളിൽ സൈന്യം അനിശ്ചിതകാലത്തേക്ക് സുരക്ഷാ ചുമതല നിർവഹിക്കുമെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ലെബനൻ സൈന്യം ശക്തമല്ലാത്ത തെക്കൻ ലെബനോനിൽ നിരീക്ഷണം തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനോനിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങിയെങ്കിലും ഹിസ്ബുള്ള കരാർ ലംഘിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ലെബനൻ അതിർത്തിയിലെ ബഫർ സോണിലെ 5 തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്നും ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ലെബനനിലെ ഈ 5 ഔട്ട് പോസ്റ്റുകൾ നവംബറിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിരുന്നില്ല. വടക്കൻ ഇസ്രായേലിലെ പൗരന്മാർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കും. ഹിസ്ബുള്ള ലിതാനി നദിയുടെ വടക്കു ഭാഗത്തേക്ക് പിൻവാങ്ങണം. ലെബനൻ സൈന്യം കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പാക്കണം. US മേൽനോട്ടത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളെ നിരായുധരാക്കുകയും വേണം എന്നതാണ് കരാറിലെ ഇസ്രായേൽ നിബന്ധനകൾ. തെക്കൻ ലെബനോനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം ഇപ്പോൾ തുടരുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ലെബനൻ അതിർത്തിയിലും ഇസ്രായേൽ ധാരാളം സൈനിക പോസ്റ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ നിന്നുള്ള ഏതൊരു ഭീഷണിയും നേരിടാൻ സൈന്യം തയ്യാറാണെന്നും അതിർത്തിയിൽ താമസിക്കുന്ന കമ്മ്യൂണിറ്റികൾക്ക് ഈ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നു. അതേസമയം തെക്കൻ ലെബനോനിൽ ഹിസ്ബുള്ളയെ തടയാനുള്ള ലെബനൻ സൈന്യത്തിന്റെ കഴിവില്ലായ്മയെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അമേരിക്കയെ ബോധ്യപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്.